അത് ആക്ച്വലി ജസ്റ്റ് ഒന്ന് അതുപോലെ തന്നെ ചെയ്തത് എനിക്കറിയാവുന്ന പോലെ ഒരു ട്രയൽ നടത്തിയതുള്ളൂ. പിന്നെ ഞാൻ ഒരു ക്ലാസ് ഒരു പെയിന്റിങ് പോയിട്ട് പിന്നെ അടുത്ത ബാക്കി മൊത്തം എക്സ്പെരിമെന്റ് ആയിരുന്നു. നല്ല ബ്രൈറ്റ് കളറിനെ കൂടുതൽ ഇഷ്ടം. എന്നുവെച്ചാൽ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന പോലത്തെ സബ്ജക്റ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ അതിൽ ചിലപ്പം നമ്മൾ എന്താ പറയുക പെയിന്റ് ചെയ്ത് വരുമ്പം അതിൽ നമ്മുടെ ഒരു സ്വഭാവം എന്തോ അതിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നേച്ചർ അതെന്തോ റിഫ്ലക്ട് ചെയ്യും. നമ്മളെങ്ങനെ ആ ഒരു റിഫ്ലക്ഷൻ അതിലെങ്ങനെയോ വരുന്നുണ്ടെന്ന് ഈ ആർട്ടിസ്റ്റ് ഒക്കെ പറയുന്നത്. ഒരു വരുന്നവരൊക്കെ പറയുന്നത് നമ്മൾ പല രീതിയിൽ കാണാൻ പറ്റും. ഒരു കപ്പിൾ വന്നിട്ട് എൻ്റെ ഒരു ട്രൈബൽസിന് പിക്ചറുണ്ട്. അത് കണ്ടിട്ട് അവർ പറഞ്ഞ് ഒരാൾ പറഞ്ഞു ഇതൊരു യാത്രയാണെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞു ഇതൊരു എൻലെസ് യാത്രയാണ് എനിക്ക് തോന്നുന്നത്, ഡെസേർട്ട് ആകുന്നത്. അപ്പൊ നമ്മളത് സന്തോഷമായിട്ടും എടുക്കാം, അല്ലെങ്കിൽ അത് ദുഃഖമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. പോവർട്ടിയിൽ അവർക്ക് അത് പോവർട്ടിയായിട്ട് തോന്നും. ഇതുവരെ ഞാൻ എല്ലാം ഡിഫറെന്റ് സബ്ജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ആഗ്രഹമുണ്ട് ഒരു തീം എടുത്തിട്ട് ഒരു 5-6 പിക്ചേഴ്സ് ഒരു തീമിൽ ചെയ്യണമെന്ന്. അതിപ്പോൾ നീ അതിൽ വർക്ക്ഔട്ട് ചെയ്യണം. കുറെ ആർട്ടിസ്റ്റ് ഒന്ന് പറയുന്നത് എല്ലാം ഡിഫറെന്റ് പിക്ചേഴ്സ്. അപ്പോൾ ഒരെണ്ണത്തെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രം ചെയ്യാൻ നോക്കുമെന്ന് പറയും. ഞങ്ങൾക്ക് കാണാൻ കിട്ടാത്ത കാര്യങ്ങളോട് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നു. അപ്പോൾ അത് എനിക്കൊന്നും അങ്ങനെയായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് വന്നേ. അപ്പോൾ അവിടെ ഞാൻ ഈ ഒരു ഫ്ലാറ്റിൽ താമസിച്ചിട്ട് ഗ്രീനറിയോ ഒരു വ്യൂ നല്ല വ്യൂ ഒന്നും കാണാൻ കിട്ടില്ല. അപ്പം ഇവിടെയൊക്കെ വരുമ്പോഴായിരുന്നു ഇങ്ങനെയൊക്കെ കാണാൻ കിട്ടുന്നത്. അത് കാരണം ഇതിനോട് കൂടുതൽ താല്പര്യം വന്നത്. ഇത് നൈറ്റ് പെയിന്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ 3D ഇഫക്റ്റ് ഉണ്ട്. കുറേ ലെയർസ് ചെയ്യേണ്ടി വരും. ഡ്രൈ ആകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിൽ നല്ലൊരു ക്രിയേറ്റീവ് വർക്ക് ആയിരിക്കും. 3D നൈറ്റ് പെയിന്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് മോഡ് ചെയ്യുമ്പോൾ ആ പെർഫെക്ഷൻ മീൻസ് നമ്മൾ കാണുന്ന പോലെ അല്ലായിരിക്കും നൈറ്റ് മോഡ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു എന്താ പറയുക പെയിന്റിംഗ് പോലത്തെ തന്നെ ഒരു ലുക്ക് കാണും. ഒരു എന്താ പറയുക ഇമാജിനറി ലുക്ക് കാണും. ഒരു ഡിഫറെന്റ് ക്രിയേറ്റീവ് ലുക്ക് ആയിരിക്കും. അല്ലാതെ എന്താ പറയുക ഫോട്ടോഗ്രാഫിക് ലുക്ക് അല്ലായിരിക്കും. അപ്പൊ ചിലതൊക്കെ അല്ലേ ഭയങ്കര ഒരു ഫോട്ടോഗ്രാഫിക് ലുക്ക് കൊണ്ട് ചിലതിലൊക്കെ. പെയിന്റിംഗ് ഒരു പാർട്ടില്ലേ നമ്മൾ എങ്ങനെ കളേഴ്സ് പിന്നെ ഷെയ്ഡ്സ് ഒക്കെ എങ്ങനെ ലൈറ്റ് ആക്കണം അതിനനുസരിച്ച് ഡെപ്ത് വരുള്ളൂ. ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നതനുസരിച്ച് ദൂരെ ഉള്ള ഡെപ്ത് കാണാൻ പറ്റും. ദൂരം ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നതനുസരിച്ച്. ഒരു പെയിന്റിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ബേസ് ആദ്യം ഒരു കളർ ചെയ്യണം, പിന്നെ സെക്കൻഡ്, പിന്നെ അങ്ങനെ തേർഡ്, അങ്ങനെ കുറെ ലെയേഴ്സ് ആണ് ഇതിൽ. അപ്പോൾ നേരത്തെ തൊട്ട് ഞാൻ സ്കെച്ചിങ് ചെയ്യാറുണ്ട്. ഇതിനോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഞങ്ങളൊരു ചാൻസ് കിട്ടാത്തതുകൊണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഫാഷൻ ഡിസൈനിങ് ചെയ്തത് അതിന് കുറേ സ്കെച്ചസ് ചെയ്യുന്നുണ്ട് സ്കെച്ചസൊക്കെ. അപ്പം സ്കെച്ച് എന്തായാലും എൻ്റെ ക്ലിയർ ആയിരുന്നു. ബാക്കി ക്ലിയർ ആണെന്ന് പറയാൻ പറ്റില്ല, ഇനിയും പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ട്രൈബൽസ് ഈ മധ്യപ്രദേശ് അങ്ങനെ രാജസ്ഥാനി അങ്ങനെ ഗുജറാത്തി ട്രൈബൽ ലേഡീസ് ഇല്ല അവരുടെ ചെയ്യണമെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും ഇന്ത്യൻ ആർട്ടിനെ ചെയ്യാൻ കൂടുതൽ താല്പര്യം. ഇപ്പം എൻ്റെ കുറേ വെറൈറ്റീസാണ്. ഏതെങ്കിലും ഒരു തീം വെച്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നലെ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി അങ്ങോട്ട് ഇവിടുത്തെ ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ട് ഞങ്ങൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ കുറേ ആർട്ടിസ്റ്റ് വന്നു. കുറേ ആർട്ടിസ്റ്റാണ് കൂടുതലും വരുന്നത്. അപ്പം നല്ല ഇനോഗ്രേഷൻ ഓൾ ടുഗദർ എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ സജഷൻസ് കിട്ടി. കുറേ ആർട്ടിസ്റ്റ് വന്ന് ഇങ്ങനെ ചെയ്യേണ്ടത് കുറേ നല്ല സജഷൻസ് വന്നു. അത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഈ നെക്സ്റ്റ് ടൈം തൊട്ട് ഞങ്ങൾ അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അത് ഇത്രയും നാൾ ചെയ്തത് ഞങ്ങളുടെ താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഇങ്ങനെ ആർട്ടിസ്റ്റ് ഒക്കെ പറയുന്നത് അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിൽ ലൈറ്റ് ഇഫക്ട്സ് കാണിച്ചിട്ട് എവിടെ ലൈറ്റ് കാണുന്ന അവിടെ ലൈറ്റ്, പിന്നെ ഡാർക്ക് ഷെയ്ഡിൽ അതുപോലെ ഇതിന്റെ സ്റ്റെംസ് ഒന്നും കാണാനില്ല. ഡ്രോപ്ലെറ്റ്സ്, ഫ്ലവർ വീഴുന്നത്, ഇതൊരു ഭയങ്കര ക്രിയേറ്റീവ് ഒരു ഇതായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റും ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ ഇതാണ്.
സോ ഇനി നെക്സ്റ്റ് ടൈം തൊട്ട് ഞാൻ കുറച്ചുകൂടെ ഇങ്ങനത്തെ റിയലിസ്റ്റിക് പിക്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി ഗ്ലാസ് പെയിന്റിങ് ഫുൾ സ്റ്റെയിൻ ഗ്ലാസ് വെച്ചിട്ട് പെയിന്റ് ചെയ്യാറില്ല. ഇതിൽ ഞാൻ കുറെ ഷെയ്ഡിങ്സ് കൊടുത്തിട്ട് ഫുൾ ബാക്ക്ഗ്രൗണ്ട് കൂടെ കളർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കളർ ചെയ്യുന്നത് ഇത് ഫിഗർ മാത്രമേ കളർ ചെയ്യാം. ഫ്ലവർ പറഞ്ഞാൽ ഫ്ലവർ മാത്രം, അല്ലെങ്കിൽ ഫിഗർ അല്ലെങ്കിൽ ഫിഗർ മാത്രമേ കളർ ചെയ്യാറുള്ളൂ. ഇതിൽ ഞാൻ ഫുൾ ചെയ്തിട്ടുണ്ട്. അത് ഇച്ചിരി ടഫാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആവും. ഇപ്പം മിക്സ് ആകാനൊക്കെ കുറച്ച് കഷ്ടമാണ്. ആക്ച്വലി ഞാൻ വരയ്ക്കുന്ന ഫിഗറിൻ്റെ കൂടെ ആയിരിക്കും, കുറച്ച് ലോങ് ഫിഗർ ഞാൻ വരയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് കാരണമായിരിക്കും ആ ഒരു ഫീൽ തോന്നിയത്. പിന്നെ ഇതൊരു എന്താ ട്രൈബൽസ്, ഈ ആഫ്രിക്കൻ ട്രൈബൽ സ്പിരിച്വൽ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വരയ്ക്കുന്നത്.